നമസ്കാരം. രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി വീണ്ടും ശക്തി പ്രാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ വീശിയിരുന്ന സംഘപരിവാർ കാറ്റിന് ശക്തി കുറഞ്ഞു വരുന്നു. ഇതിനാരാണ് കാരണക്കാർ എന്നന്വേഷിക്കുമ്പോൾ വിരലുകളും കണ്ണുകളും ചെന്നെത്തുന്നത് രാഹുൽ ഗാന്ധി എന്ന ഒരു മനുഷ്യനിലേക്കാണ്, അല്ലെങ്കിൽ നേതാവിലേക്കാണ്. ജവഹർലാൽ നെഹ്റു എന്ന ആദ്യ പ്രധാനമന്ത്രിയുടെ പരമ്പരയിലേക്ക്. BJPയുടെ ശക്തമായ കുടിലപ്രയോഗങ്ങളിൽ തളർന്നു വീണുപോയ കോൺഗ്രസിനെ വീണ്ടും എടുത്തുയർത്താൻ പോകുന്ന കരങ്ങളായി നെഹ്റുവിൻ്റെ ഈ പിന്മുറക്കാരൻ മാറി. ആ മുന്നേറ്റത്തിൽ സഹോദരനൊപ്പം പ്രിയങ്ക ഗാന്ധിയും കൂടി എത്തിയപ്പോൾ പ്രവർത്തകർക്ക് ആശ്വാസമായി. മുത്തശ്ശിയുടെ ഭാവങ്ങളുമായി പ്രിയങ്ക എത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ ഉരുക്കുവനിത വീണ്ടും ചർച്ചയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ രാജ്യത്ത് ചർച്ചയാകുമ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും മികവ് നേടിയെത്തിയ ഇന്ദിരാഗാന്ധിയെ എങ്ങനെ ഓർക്കാതിരിക്കും? രാജ്യത്തുടനീളം ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയ ഇന്ദിരാഗാന്ധിയെ ഉരുക്കുവനിത എന്ന് വിളിച്ചത് ഇന്ത്യക്കാരായ അവരുടെ പിന്മുറക്കാരായിരുന്നില്ല, അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ഹെൻറി കിസിഞ്ചർ ആയിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന വനിതയുടെ ശക്തമായ മുന്നേറ്റത്തിന് നൽകിയ വിളിപ്പേരായിരുന്നു, അല്ലെങ്കിൽ വിശേഷണമായിരുന്നു അത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പിണിയാളുകളുടെ ഒരു സുഖിപ്പിക്കൽ ആയിരുന്നില്ല. പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരുന്ന ഒരു ഇന്ദിരാഗാന്ധിയെ മാത്രമേ നമുക്കറിയൂ. എന്നാൽ അച്ഛനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ഇന്ദിരയെ ആർക്കും അറിയാനിടയില്ല. 1964 നെഹ്റു അരങ്ങൊഴിഞ്ഞപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിക്ക് അധികം പ്രായമുണ്ടായിരുന്നില്ല. വെറും 47 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എങ്കിലും നെഹ്റുവിന് ശേഷം അധികാരമേറ്റ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയെ സ്വന്തം മന്ത്രിസഭയിലേക്ക് ചേർത്തു. അങ്ങനെ മന്ത്രിയായി സ്ഥാനാരോഹണം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായി നിയമിതയായി. PAയിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് രാജ്യത്തെ ഉരുക്കുവനിത എത്തി. 2 വർഷത്തിന് ശേഷം 66 ശാസ്ത്രി മരണമടയുന്നു. പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച മൊറാർജി ദേശായിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാ പ്രിയദർശിനി അധികാരമേറ്റു. ഈ ഇന്ദിരാഗാന്ധിയെ പ്രിയദർശിനി എന്ന് വിളിച്ചത് രാജ്യത്തിൻ്റെ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ തന്നെയായിരുന്നു. പ്രിയത്തോടെ സ്നേഹത്തോടെ ദർശിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഇന്ദിരാഗാന്ധിയെ ആ വിളിപ്പേരിൽ അദ്ദേഹം പരാമർശിച്ചത്. അതോടെ ഇന്ദിരാ പ്രിയദർശിനി എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങി. ഒട്ടുമിക്ക ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും, എങ്ങനെ ഇന്ദിരാ നെഹ്റു ഇന്ദിരാഗാന്ധിയായി മാറി എന്ന്. എന്താണ് അവർക്ക് ഗാന്ധി കുടുംബവുമായി ബന്ധം എന്നൊക്കെ. എന്നാൽ ഗാന്ധിജിയുമായി യാതൊരു ബന്ധവും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് മാത്രം. ഫിറോസ് ഗാന്ധിയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ഇന്ദിരാ നെഹ്റു എന്ന പേര് മാറി ഇന്ദിരാഗാന്ധിയായി എത്തിയത്. അതിപ്പോൾ പ്രിയങ്ക ഗാന്ധി വരെ എത്തി നിൽക്കുന്നു. ബ്രിട്ടീഷ് നിർമ്മിത കളിപ്പാട്ടങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ നിരസിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തോടുള്ള പ്രതിഷേധം ഇന്ദിര വ്യക്തമാക്കിയത്. സ്വന്തം പാവകളെ പോലും കത്തിച്ച് കളയുന്ന തരത്തിൽ വരെ ഇന്ദിരാഗാന്ധിയുടെ ആ പ്രതിഷേധം എത്തിനിന്നു. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശീലമാക്കി. കുട്ടിക്കാലത്ത് ഗാന്ധിജി നടത്തിയ ഒരു ഉപവാസ സമരത്തിൽ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഖാദി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാനായി ഇന്ദിര എത്തിയത്. ഇന്നത്തെ ഭരണാധികാരികൾക്ക് മാതൃകയാകേണ്ട പലതും ഇന്ദിരാഗാന്ധി എന്ന വനിത അന്ന് തന്നെ കാട്ടിക്കൊടുത്തിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ കാലമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഏറ്റവും കറുത്ത ദിനങ്ങളായി അറിയപ്പെടുന്നത്. പത്രങ്ങൾക്ക് പോലും സെൻസറിങ് ഏർപ്പെടുത്തിയിരുന്ന ആ അധമകാലത്തിന്റെ വക്താവും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ഇപ്പോൾ BJPയുടെ അധീശത്വം നിലവിൽ വന്നപ്പോൾ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നതായി നമുക്കറിയാം. സത്യം വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയവും ഭരണവുമാണ് ഇന്ന് നടക്കുന്നത്. തനിക്കെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളെ സ്വന്തം കൈപ്പിടിയിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ദ്രോഹിക്കുന്ന രാഷ്ട്രീയത്തിലേക്കും ഇന്ന് നമ്മൾ വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇന്ന് ഭരണാധികാരികൾ പറഞ്ഞഭിമാനിക്കുന്ന പലതും ഇന്ദിരാഗാന്ധിയുടെ നേട്ടത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. രാജ്യത്ത് ആദ്യമായി പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു ആ പരീക്ഷണത്തെ ഇന്ദിരാഗാന്ധി വിളിച്ച പേര്. എന്നാൽ ഇന്ദിരാഗാന്ധി മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ആയിരുന്നു. എന്നാൽ അല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിളിച്ച തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് തോൽവിയായിരുന്നു ഫലം. ഇതോടെ പ്രതിഷേധങ്ങളും ഉയർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ സഖ്യം അധികാരത്തിൽ വരികയും ചെയ്തു. തുടർന്നാണ് കോൺഗ്രസ് വീണ്ടും പിളരുന്നത്. അങ്ങനെ ഇന്ദിരാ കോൺഗ്രസ് നിലവിൽ വരികയായിരുന്നു, അതായത് കോൺഗ്രസ് ഐ. ചിക്കമംഗളൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ലോക്സഭയിലേക്ക് വിജയിച്ചു കയറി. അങ്ങനെ നിരവധി എതിർപ്പുകളെ മറികടന്നുകൊണ്ട് രാജ്യത്തിന് വഴികാട്ടിയായി മാറിയ ഉരുക്കു വനിതയുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നെടുന്തൂൺ എന്നുള്ളത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന് രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. നെഹ്റുവിൽ നിന്ന് ഗാന്ധിയിലേക്ക് എത്തിയ കോൺഗ്രസ് പാർട്ടി ഇനിയുമുള്ള കടമ്പകൾ തരണം ചെയ്ത് വീണ്ടും ഇന്ത്യയെ തിരികെ എത്തിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം.